Good morning. Okay, നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? ലാസ്റ്റ് ഭാഗമായിരുന്നു അല്ലെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ. ഓക്കെ, രണ്ടെണ്ണം കഴിഞ്ഞില്ലായിരുന്നോ? SOMR-ഉം POMR-ഉം കഴിഞ്ഞില്ലായിരുന്നോ? നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ പറയാനുള്ളത്? ഓക്കെ, ഓക്കെ. അപ്പൊ തേർഡ് വൺ ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മറ്റു രണ്ടെണ്ണം നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ, SOMR-ഉം POMR-ഉം ഒക്കെ പറഞ്ഞതായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്, മൂന്നാമത്തെ ഫോമാറ്റ് ആണ്. ഈ മൂന്നെണ്ണവും പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാറുള്ളതാണ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ all the forms are combined in strict chronological order. ഇവിടെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ മറ്റു രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ രണ്ടിന്റെയും കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ആ രണ്ട് ഫോമാറ്റിന്റെയും ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാ ഫോംസും ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള എല്ലാ ഫോംസും ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫോമുകളും എങ്ങനെയായിരിക്കും കൃത്യമായിട്ട് ഒരു കമ്പൈൻ ചെയ്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കർശനമായിട്ടൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കാലക്രമത്തിന്റെ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, സംയോജിപ്പിച്ചിരിക്കുക. അപ്പൊ ഓരോന്നും, അതായത് ഓരോ സംഭവങ്ങളും നടക്കുന്നതിന്റെ ബേസിസിലായിരിക്കും. എപ്പോഴാണോ ആദ്യം നടക്കുന്നത് ആദ്യമായിരിക്കും. ഇപ്പൊ അതായത് ഏർലിയസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് കഴിഞ്ഞ് പുതിയതായിട്ട് ലേറ്റസ്റ്റ് മുതൽ ലേറ്റസ്റ്റ് വരെ എന്ന രീതിയിൽ വളരെ കാലക്രമത്തിനനുസരിച്ച് ആ ഒരു സമയം എപ്പോഴാ സംഭവം നടക്കുന്ന അല്ലെങ്കിൽ ആ ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും ഇവിടെയും ഫോംസ് അറേഞ്ച് ചെയ്യുക. And okay, on the nursing station, the most current entries will be at the beginning of the report. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. അതായത് ഇവിടെ ആദ്യം, അതായത് ഒരു പേഷ്യന്റ് ഓൾറെഡി അഡ്മിറ്റഡ് ആയി അവര് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പൊ ഏതാണെന്നൂടി പറയണ്ടേ? മിസ് ഇത് ഒന്നുകൂടി പറഞ്ഞു തന്നിട്ട് ഒരുമിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അല്ലേ ഉദ്ദേശിച്ചത് സൗമ്യ? ഫസ്റ്റ് പോയിന്റ് അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോ മനസ്സിലാവും കേട്ടോ. ഇത് ഒന്ന് പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും കേട്ടോ. എന്നിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാമേ. അപ്പൊ നോക്കി, നഴ്സിംഗ് സ്റ്റേഷനിലായിരിക്കും അവരുടെ മെഡിക്കൽ റെക്കോർഡ് ഇരിക്കുക അല്ലെ. അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത്, അവർ അഡ്മിഷൻ ചെയ്ത് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള അവരുടെ മെഡിക്കൽ റെക്കോർഡില് അവരെങ്ങനെയായിരിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. അതിൻ്റെ ഉള്ളില് മോസ്റ്റ് കറന്റ് എൻട്രീസ്, ഇത് പുതിയതായിട്ട് വരുന്ന, ഇപ്പൊ ഒരു എക്സ്റേ എടുത്തു അല്ലെങ്കിൽ ലബോറട്ടറി റിപ്പോർട്ട് വന്നു, അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ, പുതിയ എൻട്രീസ് ഏതൊക്കെയാണോ അതായിരിക്കും ആ ഒരു റെക്കോർഡിന്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ തുടക്കത്തിൽ അതായിരിക്കും ഉണ്ടായിരിക്കുക. ഓൺ ദ ഡിസ്ചാർജ്, അത് എന്തിനു വേണ്ടിയാ തുടക്കത്തിൽ അത് ഉണ്ടാവുന്നത്? നമ്മുടെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് എടുത്ത് നോക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി ഡിസ്ചാർജ് ആയി വിചാരിക്കാം, ഇവരൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് എങ്ങനെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ്. ഇത് നമ്മൾ പിന്നെയും പുനഃക്രമീകരിക്കും, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് പുനഃക്രമീകരിക്കും. സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം ദ അഡ്മിഷൻ ടു ഡിസ്ചാർജ്. ഇനി നമ്മൾ പുനഃക്രമീകരിച്ച് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കും ഇരിക്കുക, നമുക്ക് എങ്ങനെയാ വായിക്കാൻ പറ്റുന്നത്? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? അഡ്മിഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ ഫോംസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത് ആദ്യം ഉണ്ടാവും അല്ലെ. അതിനുശേഷം നമ്മൾ എന്തൊക്കെ മെഡിക്കൽ ഹിസ്റ്ററീസ് ആണോ അവരുടെ ശേഖരിച്ചിരിക്കുന്നത് അതുണ്ടാവും. അവർക്ക് ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ ആ ഒരു കൃത്യമായ ഓർഡറിൽ അഡ്മിഷൻ ആരംഭിച്ചത് മുതൽ ഓരോരോ കാര്യങ്ങളും എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അത് ആ കൃത്യമായ സമയത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് ഡിസ്ചാർജ്
വരെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടോ അത് ആ ഒരു കൃത്യസമയത്ത് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഇവരുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും റീഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ, അതായത് അവിടെ അഡ്മിഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എങ്ങനെയായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആദ്യമാണ് ഇപ്പൊ നിലവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ ചെയ്യുന്നത് ആ പുതിയ മോസ്റ്റ് കറന്റ് ആയിട്ടുള്ള എൻട്രീസ് ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരിക്കുക. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ റിസൾട്ടുകളാണോ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സാമിനേഷൻസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടോ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട എൻട്രികൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളായിരിക്കും തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ ആദ്യം കാണാൻ പറ്റുക. അങ്ങനെയായിരിക്കും നഴ്സിംഗ് സ്റ്റേഷനിൽ മെഡിക്കൽ റെക്കോർഡ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത്. അതേസമയം ഇവർ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം നമ്മൾ അവരെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, പുനഃക്രമീകരിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഓർഡർ എങ്ങനെയാക്കി മാറ്റുന്നുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുള്ളൂ. അതായത് അഡ്മിഷൻ മുതൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട്, അത് അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ ഫോം ഫിൽ ചെയ്തു, അത് കഴിഞ്ഞ് എന്താണോ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ടായിരിക്കും അടുത്തതായിട്ട് വരാം. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുത്തു, അത് കഴിഞ്ഞ് എന്ത് കൊടുത്തു, അങ്ങനെ ഓരോന്നും കൃത്യമായിട്ടൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ ഡിസ്ചാർജ് വരെയുമുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആണോ ആ പോയിന്റ്? മനസ്സിലായോ? ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവണം, അതിന് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ ആണോ? അത് ആ രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then അടുത്തത്, so a patient record may have history and physical examination followed by a progress note, then a nurse note, X-ray report, additional progress notes, consultation report and so on. ഇവിടെ നോക്കി നിങ്ങൾ നമ്മുടെ ആ ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു. അപ്പൊ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ഇങ്ങനെ ആയിരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ, അതുപോലെ അവർക്ക് ഫിസിക്കൽ എക്സാമിനേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ. അതിനുശേഷം അവർക്ക് എന്തൊക്കെയാണോ നമ്മുടെ ഫോളോ അപ്പുകൾ ചെയ്തിട്ടുള്ളത് അതിനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രോഗ്രസ് നോട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൃത്യമായ ഓർഡറിലാണ് എഴുതുക. അത് തന്നെ നേഴ്സസ് നോട്ട്, നേഴ്സസിന്റെ നോട്ട് ഉണ്ടാവും. ഇനി എക്സ്റേ റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ അഡീഷണൽ ആയിട്ട് പിന്നെയും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അടുത്ത അഡീഷണൽ പ്രോഗ്രസ് നോട്ടുകൾ വെക്കുന്നു, കൺസൾട്ടേഷൻ റിപ്പോർട്ടുകൾ വെക്കുന്നു. അങ്ങനെ ഓരോന്നിനും കൃത്യമായ ഓർഡർ പ്രകാരം അഡ്മിഷൻ എടുത്തത് മുതൽ ഡിസ്ചാർജ് ആയി ആ പേഷ്യന്റ് പോയത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ കൃത്യമായ ഓർഡറിലായിരിക്കും നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോംസും, ഇതിലുള്ള എല്ലാ ഫോംസും എങ്ങനെയായിരിക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒരു കാലക്രമത്തിന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇരിക്കുന്ന സമയത്ത് അവിടെ പുതിയതായിട്ട് വരുന്ന എല്ലാ എൻട്രീസും നമുക്ക് തുടക്കത്തിലായിരിക്കും കാണാൻ പറ്റുക. എന്നാൽ അവർ ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ആ ഒരു മെഡിക്കൽ റെക്കോർഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, റീഓർഗനൈസ് ചെയ്യും അല്ലെങ്കിൽ പുനഃക്രമീകരണം നടത്തും. എങ്ങനെയാ പുനഃക്രമീകരണം നടത്തുന്നത്? എല്ലാ റെക്കോർഡുകളും അല്ലെങ്കിൽ എല്ലാ ഫോമുകളും എങ്ങനെയായിരിക്കും നമ്മൾ അതിൽ പുനഃക്രമീകരിക്കുക? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ അഡ്മിഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നും ഓർഡർ പ്രകാരം നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ആ പേഷ്യന്റ് റെക്കോർഡുകൾ ഹിസ്റ്ററി ഉണ്ടാവും, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ്, അവർക്ക് ഫോളോ ചെയ്തിട്ടുള്ള പ്രോഗ്രസ് നോട്ടുകൾ, അതിനുശേഷം അവർക്ക് എന്തൊക്കെ നഴ്സസ് നോട്ടുകളാണ് ഉൾപ്പെടുന്നത്, എക്സ്റേ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത്, ഇനി അതിനുശേഷമുള്ള അഡീഷണൽ പ്രോഗ്രസ് നോട്ടുകൾ എന്തൊക്കെയാണ്, അതിനുശേഷം അവരുടെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, റിപ്പോർട്ടുകൾ, അങ്ങനെ കൃത്യമായിട്ട് അവരുടെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ളത് ആ ഒരു ഓർഡറിലായിരിക്കും ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ കാണാൻ സാധിക്കുക. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജസ് നോക്കി. ഇനി ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ എല്ലാത്തിന്റെയും കുറെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു മെത്തേഡിനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്?
എന്താണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക? ഇവിടെ നമുക്കിപ്പോ ഒരു പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഒരുമിച്ചല്ലേ നമ്മൾ വെക്കുന്നേ, അല്ലെ? ഇപ്പൊ ഒരു എക്സ്റേ എടുത്തു, ലബോറട്ടറി റിപ്പോർട്ട് എടുത്തു, കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട നോട്ടുകളായിക്കോട്ടെ, പ്രോഗ്രസ് നോട്ടുകളായിക്കോട്ടെ, അങ്ങനെ എല്ലാം നമ്മൾ ഒരു ഓർഡറിലാണെങ്കിലും അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്, അല്ലെ? അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പേഷ്യന്റിന് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക പരിചരണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ പേഷ്യന്റിന്റെ നിലവിലുള്ള അവസ്ഥ, രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ എളുപ്പമല്ലേ, അല്ലെ? എളുപ്പമല്ലേ? അവരുടെ പ്രസന്റ് ആയിട്ടുള്ള കറണ്ട് ഇല്ല പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം പ്രസന്റ് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗനിർണയ മെത്തേഡുകളും, അവർക്ക് കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവരുടെ പ്രോഗ്രസ് നോട്ടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ടാണ്. ഒത്തിരി ദൂരെ പോയി മറിച്ചു നോക്കാനോ അല്ലെങ്കിൽ വേറെ സെക്ഷനിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, ഒരുമിച്ചായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു രോഗിയുടെ ആ നിലവിലുള്ള പരിചരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അവർക്ക് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവരുടെ രോഗാവസ്ഥ എന്താണ്, ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ പ്രതികരണം എന്താണ്, ഇതൊക്കെ പെട്ടെന്ന് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ പറയുന്നത്. നോക്കിയേ, all information on a particular episode of care is together, thus giving an exact picture of the patient illness and response to treatment. പിന്നെ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു പ്രത്യേക പരിചരണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ കുറിച്ച്, അവർ ആ ഒരു ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്, ഇതിനെ കുറിച്ചുള്ള ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു കൃത്യമായ ചിത്രം നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. സോ എ പേഷ്യൻസ് പ്രോഗ്രസ് can be detected rapidly. അതുകൊണ്ട് തന്നെ ആ ഓരോ ട്രീറ്റ്മെന്റും കൊടുക്കുന്നത് വഴി ആ പേഷ്യന്റിന് ഉണ്ടാവുന്ന പുരോഗതിയും നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കാനായിട്ട് കഴിയുന്ന പറയുന്നത്. അപ്പൊ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ആ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് വഴി നമുക്ക് ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു പ്രത്യേക പരിചരണത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരുമിച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ രോഗാവസ്ഥയെ കുറിച്ചും അവർക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായ ഒരു ചിത്രം കൊടുക്കുകയും അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്ന് പെട്ടെന്ന് നിർണ്ണയിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ അഡ്വാൻറ്റേജ്? മനസ്സിലായോ? ഓക്കെ. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? എന്തായിരിക്കാം? എന്തായിരിക്കാം ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുക? എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് കാണുന്നുണ്ടോ? ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഡേറ്റാസും സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടല്ല എടുക്കുന്നത്, അല്ലെ? ഓരോന്നും ഒരുമിച്ചാണ് വെക്കുന്നത്. ഇപ്പൊ ഒരു പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഓർഡറിലാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതിന് നിങ്ങൾക്ക് നോക്കാം, കുറച്ചും കൂടി എളുപ്പം അതാണ്. ഇപ്പൊ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഒരു പേഷ്യന്റിന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മുടെ ലെവല് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒറ്റ പ്രാവശ്യമല്ലേ നമ്മൾ ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നതിന് മുൻപ് രാവിലെ, അല്ലെ? ഇപ്പോഴും നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഓരോ ദിവസവും ഓരോ ടെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടാം. അപ്പൊ ആ ഒരു റിസൾട്ട്, അതായത് ആ ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്തത് മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെയുള്ള ആ പേഷ്യന്റിന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് കമ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാം, താരതമ്യം ചെയ്യണം. നമുക്കത് എളുപ്പമാണോ താരതമ്യം ചെയ്യാൻ? എളുപ്പമാണോ ഈ ഒരു മെത്തേഡിലൂടെ അറേഞ്ച് ചെയ്യുമ്പോ? അല്ല. കാരണം എന്താ? അത് ആ ഒരു ഡേറ്റിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുക, അല്ലെ? ഓരോ ദിവസവും എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു റിസൾട്ടുകൾ ഇരിക്കാന്ന് പറയുന്നത്. അല്ലാതെ ഒരുമിച്ച് ഈ ലബോറട്ടറിയുടെ റിപ്പോർട്ടുകൾ മാത്രം ഒരുമിച്ച് അല്ലെങ്കിൽ എക്സ്റേ റിപ്പോർട്ടുകൾ മാത്രം ഒരുമിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, അല്ലെ? അതേസമയം ഇത് ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അപ്പൊ അവരുടെ റിസൾട്ടുകൾ
തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി പേജുകൾ മറിച്ച് വേണം അടുത്ത റിസൾട്ട് എടുക്കുക. അടുത്ത കുറെ പേജുകൾ മറിച്ച് വേണം നെക്സ്റ്റ് ഡേയുടെ റിസൾട്ട് എടുക്കാൻ അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ഇതാണ്. ഓക്കെ, സിമിലർ ഇൻഫർമേഷൻ is difficult to be compared because all reports of one type are not together in the record. ഇപ്പൊ മെഡിക്കൽ റെക്കോർഡില് ഇങ്ങനെയുള്ള ഒരേ ടൈപ്പുള്ള റിപ്പോർട്ടുകൾ എല്ലാം ഒരുമിച്ചല്ല നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിമിലർ ഇൻഫർമേഷൻസ് നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. fasting blood sugar level നോക്കണമെങ്കിൽ only one individual can record at a time. ഒരു സമയത്ത് ഓരോന്നാണ് നമ്മൾ ചെയ്യുക. ഇന്ന് ഒരു പ്രാവശ്യം ചെയ്തു, നാളെ ഒരു പ്രാവശ്യം, രണ്ട് റിസൾട്ടുകളായി. അങ്ങനെ എത്ര ദിവസം ചെയ്യുമ്പോൾ അത്രയും റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരുപാട് പേജുകൾ മറിച്ച് അടുത്ത റിസൾട്ട് എടുത്ത് നെക്സ്റ്റ് കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റിസൾട്ട് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുമിച്ച് ഇത് വെക്കാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അതായത് ആ സംഭവം നടക്കുന്നതിനനുസരിച്ച്, ഓരോ സംഭവം നടക്കുന്നതിനനുസരിച്ചായിരിക്കും ഓർഡർ, ഏർലിയസ്റ്റ് മുതൽ ലേറ്റസ്റ്റ് വരെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതാണ് അങ്ങനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് മുതൽ ലേറ്റസ്റ്റ് വരെ എന്ന ആ ഒരു ഓർഡറാണ്. ഇവിടെ നമ്മൾ ഏർലിയസ്റ്റ് ചെയ്ത അഡ്മിഷൻ ആണ് അല്ലെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ആ ഒരു ഓർഡർ എന്നുള്ളതാണ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇച്ചിരി വലിയ ചാപ്റ്റർ ആയിരുന്നു, ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ പോലും എന്താണ് ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകളിലൊക്കെ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഒരു സ്റ്റാൻഡേർഡ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ. മെഷർ സെറ്റ് ബൈ ആൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് എ റൂൾ ഫോർ മെഷറിംഗ് ക്വാളിറ്റി ഓഫ് ക്വാണ്ടിറ്റി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. സ്റ്റാൻഡേർഡ്സ് എന്താണെന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡുകളിൽ അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എല്ലാം ഉൾപ്പെടാം. അല്ല ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളൊരു ആൻസർ ആയിരിക്കാം വരിക. അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണം. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ കൂടുതലും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ദെൻ ഒരു മെഡിക്കൽ റെക്കോർഡ് പോളിസികളുമായി ബന്ധപ്പെട്ട് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കൂറാണ് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം ഓരോ ഹോസ്പിറ്റലിലും ഉള്ളത്? നമ്മുടെ 24 hours സർവീസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതുപോലെ ഓരോ പേഷ്യന്റിനും ഒരു യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് നമ്പറുമായിരിക്കും അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കിട്ടുക. എമർജൻസി പേഷ്യൻസിനും ഇതുപോലെ തന്നെ 24 hours സർവീസുകളാണ് കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണ് അവിടുത്തെ നമ്പറിംഗ് സിസ്റ്റം? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് ആണെങ്കിലും അവർക്ക് പേഷ്യൻസിന് ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ
റെഫറൽ ഓഫ് എ പേഷ്യന്റ്, ഓരോ ഹോസ്പിറ്റലിലും എത്ര റെഫറൽ കോപ്പീസ് ഉണ്ടാവും, അതിൽ ആരൊക്കെയാണ് അത്ര 2 കോപ്പി ആര് സൂക്ഷിക്കുന്നത്, ഫസ്റ്റ് കോപ്പി ആർക്ക് കൊടുക്കുന്നു, സെക്കൻഡ് കോപ്പി ആരാണ് സൂക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കണം. ദെൻ അടുത്തത് അതുപോലെ തന്നെയാണ് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്ന അതിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ദെൻ അടുത്തത് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചെന്ന് വെച്ചാൽ മതി. അതുപോലെ അബ്സ്കോണ്ടന്റ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെയാണ് കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്യണം, പോലീസിന് അതിനുള്ള ഇൻഫർമേഷൻസ് കൺവേ ചെയ്യണം. അത് ആ ഒരു റെക്കോർഡിൽ കൃത്യമായിട്ട് ഡേറ്റും ടൈമും ഒക്കെ രേഖപ്പെടുത്തുകയും വേണം എന്നുള്ള കാര്യങ്ങള്. അതുപോലെ AMA മെഡിക്കൽ അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ട് ഫോമുകൾ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൺസേൺ ലെറ്റേഴ്സ് അവരിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കണം. അത് കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ആ ഒരു മെഡിക്കൽ റെക്കോർഡുകളിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഡിക്ലറേഷൻ ബൈ ദി പേഷ്യന്റ് ചോദിക്കാറുണ്ട് കേട്ടോ, അത് ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബിഫോർ ഹിസ് ഡെത്തിന് മുൻപായിട്ട് അവരുടെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ആരുടെയൊക്കെ പ്രസൻസിലാണ് എടുക്കാന്നുള്ളത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരുടെ പ്രസൻസിലാണോ, മജിസ്ട്രേറ്റ് ഉണ്ട് എന്നെങ്കിൽ മജിസ്ട്രേറ്റ് മതി, അല്ല എങ്കിൽ ആരുടെയൊക്കെ പ്രസൻസിലാണ് അത് ചെയ്യുക. അറിയാലോ, ട്രീറ്റിംഗ് ഫിസിഷ്യൻ ഉണ്ടാവണം, ഒരു നഴ്സ് ഉണ്ടാവണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹിസ് റെപ്രസെന്റേറ്റീവും ഉണ്ടായിരിക്കണം. അത് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഒരു മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട 3 പോയിന്റ്സ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ അടുത്തത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്, കോഡിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഏത് കോഡാണ്, ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ മിസ്സിംഗ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈഹാർട്ടൊന്നും ചെയ്തു വെക്കേണ്ട കേട്ടോ. ഓരോരോ ഷോർട്ട് ഫോംസ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിലും എഴുതാൻ കിട്ടിയിരിക്കണം. അതുപോലെ MRDയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അത് എന്താണ് അതിനുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരൊറ്റ റെക്കോർഡാക്കി മാറ്റും. അതിൽ ഓരോന്നിനും ഏതിനൊക്കെയാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി ഏത് റെക്കോർഡുകൾക്കാണ് കൊടുക്കേണ്ടത്, സെക്കൻഡ് പ്രയോറിറ്റി ഏത് റെക്കോർഡുകൾക്കാണ്, തേർഡ് പ്രയോറിറ്റി അത് ഓൾറെഡി പഠിച്ചതല്ലേ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഏതാണ് പ്രയോറിറ്റി ഉള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കണം. അതുപോലെ ഏതൊക്കെ മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് അംഗീകൃതമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഓതറൈസ്ഡ് പേഴ്സൺസിന് മെഡിക്കൽ റെക്കോർഡുകൾ കൈമാറാൻ പറ്റുക. അപ്പൊ ആ ഓരോ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഓരോരോ സിറ്റുവേഷൻസ് പേഷ്യൻസിന് പരിചരണം കൊടുക്കാൻ മെഡിക്കോ ലീഗലുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ മീറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കൊടുക്കാൻ പാടില്ലാത്തതാകുന്ന റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അത് ആ ഒരു MRD ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് അവർക്ക് കൊണ്ടുപോകാൻ അവകാശമില്ല. ദെൻ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുകൾ നോക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്, പിന്നെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് അത് നോക്കാറുണ്ട്. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ അതിലുള്ള മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് പഠിക്കുക. അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഈ ഭാഗത്തുനിന്ന് വരിക കേട്ടോ. ദെൻ അടുത്തത് കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷനും ഇതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം സ്പെഷ്യൽ കൺസേൺസ് കൊടുക്കേണ്ടത് എങ്ങനെയുള്ളതിനാണ്. അതുപോലെ റിട്ടേൺ ആയിട്ടുള്ള അതിന് പ്രൂഫ് കൊടുക്കണം. ദെൻ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾ ലോസ് ആൻഡ് റൂൾസ് കൃത്യമായിട്ട് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കൺസേൺസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകളിൽ നിന്ന് വാങ്ങിക്കാറ്. ഇനി ഒരു ക്ലിനിക്കൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് തോന്നുന്നത്. ആ ഒരു പേരിൽ നിന്നൊന്ന് കറക്റ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാം ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു കോഡൊക്കെ ഇട്ട് പഠിക്കാം. അപ്പൊ പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ നോക്കി വെച്ച് പഠിക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതിയെ. ഓരോന്നിലും എന്താണ് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിനുള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ TPR ചാർട്ട് ചോദിക്കാറുണ്ട്. TPR എന്താണ്? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അത് മൂന്നും എന്താണെന്നുള്ളത് TPRന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ മെഡിക്കേഷൻ ഷീറ്റുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്.
ദെൻ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പൊ കണ്ടതാണ് പറയുന്നത്. ദെൻ അടുത്തത് ഒരു അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസിന്റെ ഒരു അസംബ്ലിംഗ് 4 ആയിരിക്കും. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ദെൻ ഇൻപേഷ്യന്റ്. അപ്പൊ അതിൽ കറസ്പോണ്ടൻസ് ആണ് കൂടുതലും കണ്ടിരിക്കുന്നത് കേട്ടോ. കറസ്പോണ്ടൻസ് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഈ നമ്പറിംഗ് സിസ്റ്റം, അതിൽ സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, അതുപോലെ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഇത് മൂന്നും നമുക്ക് ഓൾറെഡി കുറച്ചൊന്ന് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അതിൽ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മളിപ്പോ നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. ദെൻ ഇത് ഒന്ന് നോക്കുക. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെയും മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെയും എന്താണ് നോക്കേണ്ടത്? അതിന്റെ രണ്ടിന്റെയും കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു 6 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ ഓരോ ഡിജിറ്റിനും എങ്ങനെയാണ് ഹൈഫൺ വെച്ചിട്ട് നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ 3 ഭാഗങ്ങളുടെയും ഓരോന്നിനും നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? പ്രൈമറി ഡിജിറ്റ് ഏതാണ്, സെക്കൻഡറി ഡിജിറ്റ് ഏതാണ്, ടെർഷ്യറി ഡിജിറ്റ് ഏതാണ്? അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് അതൊരു ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു അതെ, ഏതാണ് ടെർമിനൽ ഡിജിറ്റ്, ഏതാണ് മിഡിൽ ഡിജിറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിജിറ്റ് ഏതാണെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. അതില് പ്രൈമറി ഡിജിറ്റ് ഏതാ വരുന്നത്? ഒരു ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് നമ്മൾ 3 സെക്ഷൻ ആയിട്ട് തിരിക്കുന്നു അല്ലെ. 6 ഡിജിറ്റ് നമ്പേഴ്സിനെ 3 പാർട്ടായിട്ട് തിരിക്കുകയാണ്. 2 നമ്പറുകളുള്ള 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതില് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് ആദ്യത്തെ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സ് ആണ്? പ്രൈമറി ഡിജിറ്റ് ലാസ്റ്റ് 2 ഡിജിറ്റുകളാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ലാസ്റ്റത്തെ 2 ഡിജിറ്റിനെയാണ് നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാലോ, സെക്കൻഡറി ഡിജിറ്റ് മിഡിലുള്ള 2 നമ്പറിനെയാണ് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 2 എണ്ണം അല്ലെ, ആദ്യത്തെ 2 നമ്പറുകളെയാണ് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതില് പ്രൈമറി ഡിജിറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഡിജിറ്റിന് യാതൊരു മാറ്റവും വരില്ല. വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് സെക്കൻഡറിയും ടെർഷ്യറി ഡിജിറ്റുകൾക്കായിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ അത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് അല്ലേ? ആരാണ് ചോദിച്ചത്? സഫീറയ്ക്ക് ക്ലിയർ ആയോ? സഫീറ എക്സാമ്പിൾ ചേഞ്ച് ആവുന്നില്ല എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അധികം വലിയ നമ്പറുകളില്ലല്ലോ, കുറച്ച് നമ്പർ അല്ലേ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതേസമയം ഈ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല. ആരുടെയാണ് മൈക്ക് ഓൺ ആയിരിക്കുന്നേ? മിസ് ഇവിടെ ഓഫ് ആക്കിയിരിക്കുകയാണല്ലോ. മൈക്ക് ഓൺ ആക്കുമോന്നോ? ഡൗട്ട് ഉണ്ട്. ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. മിസ്സേ അതിൽ എക്സാമ്പിളേ പറഞ്ഞോ. അതിൽ എക്സാമ്പിളിലാണ് ഡൗട്ട് വന്നിരിക്കുന്നത്. അതിൽ 3rd സെന്റൻസ് ഉണ്ടല്ലോ, ഇൻ ദ ഫയൽ സെക്കൻഡ് ടെറിട്ടറി ഡിജിറ്റ്സ് ആൾട്ടർ വിത്ത് എവറി റെക്കോർഡ് എന്ന് പറയുന്ന സെന്റൻസ് ഉണ്ടല്ലോ, അതില് ഈ എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് ആവുന്നില്ല മിസ്. അതുകൊണ്ടാണ് ഡൗട്ട് വന്നിരിക്കുന്നത്. അതായത് ടെറിട്ടറി ഡിജിറ്റ്സ് മാത്രമാണല്ലോ അതിൽ മാറിയിട്ട് വരുന്നുള്ളൂ, 12, 13, 14. ബാക്കി മിഡിലുള്ളതും ലാസ്റ്റിലുള്ളതും, അതായത് ലാസ്റ്റ് ഡിജിറ്റിലെ പ്രൈമറി ഡിജിറ്റ്സും സെക്കൻഡറി ഡിജിറ്റ്സും മാറുന്നില്ല, അത് ചേഞ്ച് ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ടെറിട്ടറി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ലാസ്റ്റ് സെന്റൻസിൽ അത് എഴുതിയത് തെറ്റില്ലേ എന്നൊരു ഡൗട്ടാണ്. എക്സാമ്പിൾ വെച്ചിട്ട് ടാലി ആവുന്നില്ല. മനസ്സിലായി, മിസ്സിന് മനസ്സിലായി. നിങ്ങൾക്ക് അത് ആ ഡൗട്ട്, അത് ആ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതിന്റെ ഇതാണ് അല്ലെ ഡൗട്ട് വന്നത്. അത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ഡിജിറ്റ് ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. നമ്മുടെ പേഴ്സണൽ നമ്മുടെ ID നമ്പർ കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു നമ്പർ ആയിരിക്കും.
അടുത്തത് 99, അതായത് ശരിക്കും ഈ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 00 മുതൽ 99 വരെ. അപ്പൊ ഈ ഒരു നമ്പറില്ലേ 34 എന്ന് പറയുന്ന നമ്പർ, അത് ഓരോ, അതായത് ഇവിടത്തെ നമ്പർ 99 ആയി കഴിയുമ്പോൾ ഇവിടെ അടുത്തത് ചേഞ്ച് ആവും നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു നമ്പർ ചേഞ്ച് ആവും. അപ്പൊ അത് 35 മനസ്സിലായോ മിസ് പറയുന്നത്? ഇപ്പൊ ഇവിടെ 12 അല്ലേ? ആ 56 എന്നുള്ള നമ്പർ പെർമനന്റ് നമ്പർ ആയിരിക്കും. ഇനി ഇവിടെ 12, 13, 14, 15 അത് കഴിഞ്ഞത് 99 വരെ പോകും. ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അത് 99 വരെ പോയി കഴിയുമ്പോ അടുത്ത നമ്പർ സെക്കൻഡറിയിലും ചേഞ്ച് ആവും. മനസ്സിലായോ? 35 ആവും. അപ്പോ മനസ്സിലായോ? 35ല് 0 മുതൽ എവിടെ വരെ വരും? 1, 2, 3 അങ്ങനെ പോകും. അത് കഴിഞ്ഞ് അടുത്ത 99 വരുമ്പോ 36 ആവും. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? അങ്ങനെയാണ് അത് നമ്പർ പോകുന്നത്. അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. 00 മുതൽ 99 വരെയുള്ള ഒരു റേഞ്ച് ആണ് നമ്മൾ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ എടുക്കുക കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? 35 അങ്ങനെയായിരിക്കും. അതായത് 99 കഴിയുമ്പോ അടുത്ത നമ്പറിലേക്ക് സെക്കൻഡറി നമ്പർ മാറും, ടെർഷറി നമ്പറിലും വ്യത്യാസം വരും. ഇപ്പൊ ക്ലിയർ ആയോ സൗമ്യ? ക്ലിയർ ആയോ? മനസ്സിലായോ ഇല്ലയോ? അത് മിസ് ഒന്നുകൂടി പറയണോ? ഓക്കെ ആണോ? എക്സാമ്പിൾ ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റം തന്നിരിക്കുന്നത് കൊണ്ടാണ്. അതേസമയം നേരെ നമുക്കൊരു കണ്ടിന്യൂസ് നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക അല്ലോ. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇവിടെ ആ ഒരു 12, 13, 14, 15 അത് 99 ആയി കഴിയുമ്പോൾ ഇവിടത്തെ ആ ഒരു മിഡിൽ ഡിജിറ്റിലും വ്യത്യാസം വരും. മിഡിൽ ഡിജിറ്റ് അപ്പൊ എത്രയാവും? അടുത്തത് 35 ആവും. അതിനുശേഷം ഇതേപോലെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ 0 മുതൽ 99 വരെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാ പോകുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ എക്സാമ്പിൾ എല്ലാം നോക്കിയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചോളൂ കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി, അങ്ങനെ എങ്ങനെയാണോ മനസ്സിലാവുന്നത് അതിനനുസരിച്ച് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഏതാണ് ചോദിച്ചത്? സോപ്പിന്റെ ഫുൾ ഫോമോ? ഫുൾ ഫോം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഫുൾ ഫോം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. മിസ് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. സബ്ജക്റ്റീവ് അതൊന്നാമത്. എസിന്റെ പേരില് എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ്, ഓ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്, എ എന്ന് പറഞ്ഞാൽ അസസ്മെന്റ്, ആൻഡ് പി എന്ന് പറഞ്ഞാൽ പ്ലാൻ. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ ചോദിക്കാറുണ്ട് കേട്ടോ. സോപ്പിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചേ? ഷൻജോ, കിട്ടിയോ ഫുൾ ഫോം? ഓക്കെ, അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആണ്, എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. അല്ലാതെ ഫുൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായിട്ട് ഫെമിലിയർ ആയിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്രയും ഒരു വലിയ ചാപ്റ്റർ പഠിച്ചാലേ നമുക്കൊരു സിമ്പിൾ ചാപ്റ്റർ എടുക്കാം അല്ലെ, ചെറിയൊരു ചാപ്റ്റർ എടുക്കാം, അതായിരിക്കും നല്ലത്. ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അല്ലെ. ഹൗസ് കീപ്പിംഗ് സർവീസസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ കൂടിയാണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുക? എന്തായിരിക്കും ചെയ്യുക? ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ജോലി എന്താണ്? ക്ലീനിങ് തന്നെയാണ് അല്ലെ. ആ ഹോസ്പിറ്റലിൽ വൃത്തിയാക്കി സൂക്ഷിക്കുക, അതാണ് പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അതെ, 4th മൊഡ്യൂളിലാണ് കേട്ടോ. 4th മൊഡ്യൂളിലാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് കേട്ടോ. ചാപ്റ്റർ 3 ആണ്, 3rd ചാപ്റ്റർ ആണ്. അപ്പൊ നോക്കിയേ, അതിൽ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടും. ഒരു വൃത്തിയില്ലാതെയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നില്ല അല്ലെ. നമുക്ക് ആ ഹോസ്പിറ്റലിൽ കുറെ സമയം നിൽക്കാൻ തോന്നുമോ?
എങ്ങനെയെങ്കിലും നമ്മൾ പോയ കാര്യം നടത്തിയിട്ട് തിരിച്ചു വരാനായിരിക്കും തോന്നും അല്ലെ. അതേസമയം ആ ഹോസ്പിറ്റൽ വളരെ വൃത്തിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു ഫീലിങ്സ് അല്ലേ വരിക. ഓ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവിടെ നിലനിർത്തിയിട്ടുണ്ട് അല്ലെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ എന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ ഇതൊരു എലഗന്റ് ഫീലിംഗ് ആണ്. മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വികാരഭരിതം അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരമാണ് നമുക്ക് അതിലൂടെ ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെയൊരു നല്ല അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നാൽ പോലും അപ്പൊ അവിടുത്തെ എല്ലാ വിധം ഫെസിലിറ്റീസും അതിനും കൂടുതൽ മോശമാണെങ്കിൽ നമുക്ക് ആ ഒരു ഉള്ള ബുദ്ധിമുട്ടും ഇതും കൂടി കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതേസമയം നമുക്ക് ചെല്ലുന്ന ആ ഹോസ്പിറ്റല് നല്ല വൃത്തിയാനും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നു, നമുക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റികൾ അവർ തരുന്നുണ്ട്. അങ്ങനെയാവുമ്പോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ സഹായിക്കും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനും ഈ ഒരു നല്ല എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം അവർ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തും അത് തന്നെയാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. Okay, a patient coming for the time to a hospital when welcomed a tidy environment as well as an elegant feelings, lessen half of his misery and increases his confidence in the hospital. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ അവരെ സ്വീകരിക്കുന്നത് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടിയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നത്? ആസ് വെൽ ആസ് ആൻ എലഗന്റ് ഫീലിംഗ്, നല്ലൊരു വികാരഭരിതമായ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ഫീലിംഗ് അതിലൂടെ അവർക്ക് ഉണ്ടാവുകയും ലെസ് ദാൻ ഹാഫ് ഓഫ് ഹിസ് മിസറി, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെയും നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ആശുപത്രിയിലുള്ള ആ പേഷ്യൻസിന്റെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസസ് അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ്. ചോദിക്കാറുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? എൻവയോൺമെന്റൽ സർവീസസ് എന്നാണ്. ആൻഡ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിംഗ് എ സേഫ്, clean, pleasant, orderly and functional environment for both the patient and the hospital officials. എന്താണ് ഇവിടെ ആ ഒരു എൻവയോൺമെന്റൽ സർവീസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ വളരെ പ്രാധാന്യം, വെരി ഇമ്പോർട്ടന്റ്. എന്തിനാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത്? ഇൻ പ്രൊവൈഡിങ് വളരെ സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, അൺപ്ലസന്റ് ആയിട്ടുള്ള, വളരെ മനോഹരവും വളരെ ചിട്ടയായതും ആയിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ഫോർ ബോത്ത് ദ പേഷ്യന്റ്, പേഷ്യൻസിനും ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന പേഷ്യൻസിന്, രോഗികൾക്കും ആ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഒരു നല്ല പ്രവർത്തന അന്തരീക്ഷം അല്ലെ. എങ്ങനെയുള്ളതാണ്? വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും മനോഹരവും ചിട്ടയുമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഓരോ ഹോസ്പിറ്റലിലെയും ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റല് വരുന്ന പേഷ്യൻസിനെ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു പേഷ്യന്റിന്റെ മനോഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ഒരു പരിധി വരെ അവർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ കുറയ്ക്കാൻ സാധിക്കും. ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള അവരുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ്. ഈ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിനായിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായിക്കോട്ടെ നല്ല സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, മനോഹരമായിട്ടുള്ള, ചിട്ടയുള്ളതുമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെ ആണോ?
ഓക്കെ. അടുത്തത് the three important housekeeping tasks in hospital consist of the following. ഇനി മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹൗസ്കീപ്പിംഗ് ടാസ്കുകൾ, മൂന്ന് പ്രധാനപ്പെട്ട ഹൗസ്കീപ്പിംഗ് ജോലികളാണ് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉള്ള മൂന്ന് ഇമ്പോർട്ടന്റ്, മറ്റുള്ളവ ഇല്ല എന്നല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ടാസ്കുകളാണ് ഈ താഴെ പറയുന്നവ. അതിൽ ഒന്നാമത്തത് ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ്. നിങ്ങളുടെ ഇതിൽ എങ്ങനെയാണ് കിടക്കുന്നത്? ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് തന്നെയാണോ കിടക്കുന്നത്? അതോ ഈ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന പോലെയാണോ കിടക്കുന്നത്? ഇങ്ങനെ പ്രസന്റ് ചെയ്ത പോലെയാണോ അതോ ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് ആണോ? ഓക്കെ, അതൊന്ന് തിരുത്തിയേക്കട്ടോ. To clean and sanitizing high-tech surface in patient rooms and restrooms. ഓക്കെ, അപ്പൊ അതൊന്ന് തിരുത്തി വെക്കണം കേട്ടോ, ഒന്ന് തിരുത്തിയേക്കണേ. To clean and sanitizing high-tech surfaces in patient rooms and restrooms. രോഗികളുടെ മുറികള്, അതുപോലെ തന്നെ റെസ്ട്രൂംസ്, വിശ്രമമുറികള് മുതലായ ഇടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന പ്രതലങ്ങളുണ്ട് അല്ലെ, ഒത്തിരി നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ലൈറ്റിന്റെ സ്വിച്ചസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഡോർ ഹാൻഡിലുകൾ, അതുപോലെ അങ്ങനെയുള്ള കുറെ സർഫസുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതലങ്ങളുണ്ട് അല്ലെ, ഒത്തിരി നമ്മൾ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങൾ. അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ എപ്പോഴും വളരെ വൃത്തിയുള്ളതും സാനിറ്റൈസ് ചെയ്തും നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് റെസ്ട്രൂംസ്. രോഗികളുടെ മുറികളും അതുപോലെ വിശ്രമ മുറികളുടെയും ഹൈ ടച്ച് സർഫസ്, ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന പ്രതലങ്ങള് വൃത്തിയുള്ളതും സാനിറ്റൈസ് ചെയ്തും ആയിട്ട് എന്ത് ചെയ്യുക? വൃത്തിയാക്കുകയും സാനിറ്റൈസ് ചെയ്തും സൂക്ഷിക്കുക. രണ്ടാമത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ് സോപ്പ് കണ്ടെയ്നർ എന്നാണ്. സോപ്പ് കണ്ടെയ്നർ, സോപ്പ് നമ്മുടെ സോപ്പ് കണ്ടെയ്നേഴ്സ് ഓഫീസ് സപ്ലൈസ്. എന്താ, ഇപ്പൊ പേപ്പർ ടവലുകളോ കാര്യങ്ങളോ ഒക്കെ എംപ്റ്റി ആയിപ്പോയിട്ടുണ്ട്, ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കണം. അതുപോലെ ചില ഹോസ്പിറ്റലിൽ സോപ്പ് കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റൂമുകളുടെ ബാത്റൂമിനുള്ളിലായിരിക്കാം. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സോപ്പ് കണ്ടെയ്നേഴ്സിൽ സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കൻറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കാണ്, ഇല്ല എങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. ഇനി ഓഫീസ് സപ്ലൈസ് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് നിറച്ച് അതൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കാന്നുള്ളത് രണ്ടാമത്തെ ജോലിയാണ്. ഒന്നാമത് എന്താ നമ്മൾ പറയുന്നത്? പേഷ്യൻസിന്റെ റൂമും റെസ്റ്റ് റൂമുകളും ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങള് എന്ത് ചെയ്യണം? വൃത്തിയാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. രണ്ടാമത് പറയുന്നത് എംപ്റ്റി ആകരുത്. പേപ്പർ ടവലുകൾ, തീർന്ന പേപ്പർ ടവലുകൾ തീർന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സോപ്പ് കണ്ടെയ്നേഴ്സിൽ സോപ്പുകൾ ഇല്ലാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറവ് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നിറച്ച് നിർത്തുക. മൂന്നാമത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി എന്നാണ് ഇവിടെ. പ്രോപ്പർലി ഹോസ്പിറ്റൽ വേസ്റ്റ്, ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ഇത് മൂന്നും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ്. ചോദിക്കാറുണ്ട് കേട്ടോ, ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഈ മൂന്നെണ്ണവും ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് മൂന്നെണ്ണം ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിരിക്കണേ. ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ക്ലിയർ ആണോ? മൂന്ന് പോയിന്റ്സ് ഓക്കെ ആണോ? ഇനി പറയണോ അത്? ഓക്കെ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? To impart hygienic environment, അതായത് ഒരു വളരെ ഹൈജീനിക് ആയിട്ടുള്ള അല്ലെ, ഒരു ശുചിത്വമുള്ള അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമത്തേത് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എന്താ? സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക.
സമൂഹം എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്തായിരിക്കും അവരുടെ ആ ഒരു ഭാഗത്തു നിന്നും, ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നല്ല വൃത്തിയായിട്ട് അവിടെ ഇടുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. വൃത്തിയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വൃത്തിയുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, ഇല്ല ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സമൂഹം എന്താണോ ഈ ഹൗസ് കീപ്പിംഗ് സർവീസിൽ നിന്നും, ആ ഒരു സർവീസുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് നിറവേറ്റി നൽകുക. മൂന്നാമത് ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ? ആ ഒരു ഹോസ്പിറ്റലിന്റെ, ആശുപത്രിയുടെ ആ ഒരു പ്രശസ്തി നിലനിർത്തുക. നാലാമത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ നല്ല രീതിയിലുള്ള വൃത്തിയും ശുചിത്വവും കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു ഇൻഫെക്ഷൻ, അണുബാധ നിയന്ത്രണം ഓട്ടോമാറ്റിക്കലി വന്നോളും അല്ലെ. നല്ല രീതിയിൽ അണുബാധ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ നാലെണ്ണവും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യങ്ങളാണ്. ഒന്നാമത്തത് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, വളരെ വൃത്തിയുള്ളതും ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമത്തത് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. മൂന്നാമത്തത് ആ ആശുപത്രിയുടെ ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. നാലാമത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അണുബാധകൾ നിയന്ത്രണം നടത്തുക. ഈ നാലെണ്ണവും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യമാണ്. ക്ലിയർ ആണോ 4 പോയിന്റ്സ്? ഓക്കെ, അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. ഒന്നാമത് കോമൺ സാനിറ്റേഷൻ, ക്ലീനിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. കംഫർട്ടബിൾ എൻവയോൺമെന്റ് എന്നാണ് കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു പേജില്. കംഫർട്ടബിൾ എൻവയോൺമെന്റ് എന്നാക്കാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ എൻവയോൺമെന്റ് എന്നാക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരെ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഒരു കോമൺ സാനിറ്റേഷൻ, ഒരു പൊതു ശുചിത്വം നിലനിർത്തുക. ക്ലീൻനെസ്, വൃത്തിയുള്ളതും അതുപോലെ ഒരു സുഖപ്രദവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം. രണ്ടാമത്തത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നാക്കാട്ടോ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നാക്കാട്ടോ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്താണ്? ഒരു മര്യാദയുള്ളതും അതുപോലെ റിലയബിൾ, വിശ്വസനീയവും ആ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. മൂന്നാമത്തത് ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹെർട്ടി റിലേഷൻഷിപ്പ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു ഹൃദ്യമായ ബന്ധം നിലനിർത്തുക. എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് അല്ലെ. സേഫ്റ്റി, പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും അവരുടെ റിലേറ്റീവ്സിന്റെയും ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി റീസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. ശുചിത്വപരമായിട്ടുള്ള, ശുചിത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ ഉപകരണങ്ങളുണ്ട് അല്ലെ. അതുപോലെ തന്നെ ക്ലീനിങ് ഏജൻസികളുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ക്ലീനിങ് ഏജൻസ് ഉപയോഗിക്കാറില്ലേ അല്ലെ. ഡിറ്റർജന്റുകൾ, ബ്ലീച്ച്, ഫിനോയിൽ പുതിയതായിട്ടുള്ള ക്ലീനിങ് ഏജൻസി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളവയുടെ ആ ഒരു ഗുണനിലവാരം നിലനിർത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നിലനിർത്തുക. ലാസ്റ്റ് പറയുന്നത് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായി റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ഫീഡ്ബാക്കുകളും എടുക്കുക. അപ്പൊ ഇതെല്ലാം ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. ഒന്നാമത് പറഞ്ഞത് കോമൺ സാനിറ്റേഷൻ, പൊതു ശുചിത്വം, അതുപോലെ വൃത്തിയുള്ളതും സുഖപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. രണ്ടാമത്തത് പറഞ്ഞത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. വളരെ മര്യാദയുള്ളതും വിശ്വസനീയവും അതുപോലെ തന്നെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. മൂന്നാമത്തത് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു നല്ല ഹൃദ്യമായ ബന്ധം നിലനിർത്തുക. നാലാമത്തത് അവിടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും റിലേറ്റീവ്സിനും ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അഞ്ചാമത്തത് അവിടെ ഉപയോഗിക്കുന്ന സാനിറ്ററി എക്യുപ്മെന്റ്സ് അതുപോലെ ക്ലീനിങ് ഏജൻസ് മുതലായവയുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നിലനിർത്തുക. ലാസ്റ്റ് പറയുന്നത് കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും ഫീഡ്ബാക്കുകൾ എടുക്കുകയും ചെയ്യുക. ഇതെല്ലാം ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യങ്ങളാണ്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ.
നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ലൊക്കേഷൻസ് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്? The housekeeping attends all areas and department of the hospital. അല്ലേ, ഒരു housekeeping department അല്ലെങ്കിൽ housekeeping service ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ? ആണോ? ഒരു പ്രത്യേക ഏരിയയിലാണ്? അല്ല, എല്ലായിടത്തും അവർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഇടങ്ങളിലും എല്ലാ മേഖലകളിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. May be situated in a non-prime area. എന്താണ് ഒരു നോൺ പ്രൈം ഏരിയ? അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. എന്താണ് ഒരു നോൺ പ്രൈം ഏരിയ? അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അധികം പ്രാധാന്യമില്ലാത്ത ഏരിയ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അത് റൂമൊക്കെ വളരെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇടയിൽ, അതായത് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെയോ അല്ലെങ്കിൽ വാർഡുകളുടെയൊക്കെ ഇടയിൽ കൊണ്ടു വെക്കാറുണ്ടോ? ഇല്ല. നമ്മളധികം കാണാത്ത അല്ലെങ്കിൽ അധികം വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഇടങ്ങളിലല്ലേ ഇതിന്റെ ആ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നോൺ പ്രൈം ഏരിയ, അധികം ശ്രദ്ധ വരാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഇടങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വെക്കുക. And it should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping materials and equipments. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസിന്റെ ആ ഒരു സെന്റർ വെക്കുന്നത് ശരിക്കും ഒരു മധ്യഭാഗത്തായിരിക്കും. അതായത് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എളുപ്പത്തില് ഈസി മൂവ്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാനും പല പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ പല ഏരിയാസിലോട്ടും എളുപ്പത്തിൽ എത്താനും വേണ്ടിയിട്ട് സാധ്യമാണെങ്കിൽ ഇത് എല്ലാത്തിന്റെയും ഒരു സെന്ററായിട്ട് അല്ലെങ്കിൽ ഒരു മധ്യഭാഗം കണ്ട് അധികം പ്രാധാന്യമില്ലാത്തൊരു സ്ഥലം നോക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ആ ഒരു ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമുക്ക് നേരെ ലംബമായിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സെന്റർ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായിരിക്കും നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലൊക്കേഷൻ പ്ലേസ് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഇടങ്ങളിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോൺ പ്രൈം ഏരിയ, അധികം ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത ഏരിയകൾ നോക്കിയായിരിക്കും ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരുന്നത്. അതായത് നോൺ പ്രൈം ഏരിയ എന്ന ഒരു പേര് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രൈം ഏരിയ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള ഏരിയകളിലായിരിക്കും. നോൺ പ്രൈം ഏരിയ വളരെ പ്രാധാന്യമില്ലാത്ത ഏരിയകളിൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് നോൺ പ്രൈം ഏരിയ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ലൊക്കേഷൻ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഓർഗനോഗ്രാം ആണ്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിനും ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു ഓർഗനോഗ്രാം ഉണ്ട്. 3 ലെവലാണ് ഈ ഒരു ഓർഗനോഗ്രാമിനുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. 3 ലെവലാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതിന് കീഴിൽ വരുന്ന 2 വിഭാഗമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസറും. ഇവരുടെ കീഴിൽ വരുന്ന വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അപ്പൊ 3 ലെവലായിട്ടാണ് ഓർഗനോഗ്രാം, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഓർഗനോഗ്രാം ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതായത് ഡിപ്പാർട്ട്മെന്റ്. ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ഇതിന്റെ ഹെഡ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. And he or she should be able to form, control and develop housekeeping services in the hospital. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രൂപീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും ആരാ ചെയ്യേണ്ടത്? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും നമുക്ക് ആരെ തന്നെ പറയാം, ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയാം. അവരെന്താ ചെയ്യുന്നത്? ഹി ഷുഡ് ബി ഏബിൾ ടു ഫോം, കൺട്രോൾ ആൻഡ് ഡെവലപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും രൂപീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? അടുത്തത് അവരുടെ കീഴിൽ വരുന്ന 2 വിഭാഗമാണ്
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പറും ഫ്ലോർ സൂപ്പർവൈസറും. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാല് trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. എന്താ അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളിൽ ലഭിച്ചിട്ടുണ്ടാവും. എന്തിനുള്ള പരിശീലനങ്ങളായിരിക്കും? ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും ശരിയായ രീതിയിലുള്ള പരിചയങ്ങളും ലഭിച്ചിട്ടുള്ള ആളുകളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. അവര് ഏബിൾ ടു മാനേജ് ദ ഹൗസ്കീപ്പിംഗ് സ്റ്റാഫ്, അവർക്ക് എന്തിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം? അത് അവരുടെ കീഴിൽ വരുന്ന അക്വേന്റ് എന്ന് പറഞ്ഞാൽ പരിചയം ലഭിക്കുക എന്നുള്ളതാണ്. പരിചയം, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പരിശീലനം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും പരിചയങ്ങളും ഒക്കെ ലഭിച്ച ആളുകളായിരിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സും. അപ്പൊ ഇവര് എന്തിനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം? ഏബിൾ ടു മാനേജ് ദ ഹൗസ്കീപ്പിംഗ് സ്റ്റാഫ്, അവിടെയുള്ള ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടി ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? മൂന്നാമത് വരുന്ന ഒരു വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. നമ്മൾ കാണാറുള്ളതും ഇവരെ ആയിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണാറില്ലേ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്നേ? കാണാറില്ലേ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിന് അല്ലെ? അവരെങ്ങനെയാണ്? മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് ആണ്. അവർക്കധികം പരിചയ സമ്പന്നതയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അല്ലെ. അതുപോലെ അവരുടെ ശമ്പളവും വളരെ കുറവായിരിക്കും അല്ലെ. ലോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ആളുകളുമാണ് അല്ലെ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ടു ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇവർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലിക്കായിട്ട് വന്ന് അവർക്ക് ഈ ഒരു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരതിൽ പരിചയ സമ്പന്നരായി മാറുകയാണ് ചെയ്യുക അല്ലെ. അല്ലാതെ മുൻകൂട്ടി അവർക്ക് നല്ല പരിശീലനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവരിവിടെ ജോലിക്ക് വന്നതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസും ഒക്കെ കൊടുത്ത് നമ്മൾ അതിൽ പരിചയമുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർ മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിലേക്ക് വരുന്നത്. ലോവസ്റ്റ് പെയ്ഡ് ആണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ശമ്പളം കൊടുക്കേണ്ടതായിട്ടും വരുന്നില്ല. ഇവിടെ ജോലിക്ക് ചെന്നതിന് ശേഷം അവർ അതിനുള്ള പരിശീലനങ്ങൾ നൽകുന്നു, എഡ്യൂക്കേഷൻസ് നൽകുന്നു. അതിലൂടെ അവർ ആ ഒരു പ്രൊസീജിയറിൽ എന്ത് ചെയ്യുന്നു? ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പരിചയമുള്ളവരായിട്ട് മാറുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓർഗനോഗ്രാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.